വ്യാപക പരാതികൾ ഉയരുന്നതിനിടെ മുട്ടുചിറയിൽ സ്വകാര്യ ബസ് തടഞ്ഞിട്ടതോടെയായിരുന്നു സംഘർഷം. കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ 2ാം വർഷ വിദ്യാർത്ഥി അജാസിനെ ഈ ബസ്സിലെ ജീവനക്കാർ സ്റ്റുഡൻസ് കൺസെഷൻ നിഷേധിച്ച് ബലമായി വഴിയിലിറക്കിയിട്ടുവെന്നാരോപിച്ചായിരുന്നു വിദ്യാർത്ഥികൾ ബസ് തടഞ്ഞത്. സ്വകാര്യ ബസ് ജീവനക്കാർ നിരന്തരം അപമര്യാദയായി പെരുമാറുന്നതായും അസഭ്യം പറയുന്നതായും ആരോപണം ഉന്നയിച്ച വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളുമായി സംഘടിച്ചതോടെ ഏതാനും പരിസരവാസികൾ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. തുടർന്ന് ഇവരും വിദ്യാർത്ഥികളുമായി വാക്കേറ്റമുണ്ടായി. ഇതോടെ പരിസരവാസികൾ വാഹനങ്ങൾ തടഞ്ഞിട്ട് റോഡിന്റെ മറുവശം കൂടി ബ്ലോക്ക് ചെയ്തതോടെ രോഗികളുമായി ആശുപത്രിയിലേക്ക് പോയ വാഹനയാത്രക്കാർ കൂടി വലഞ്ഞു. തുടർന്ന് കടുത്തുരുത്തി പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും പിന്തിരിപ്പിച്ചതോടെയാണ് 3/4 മണിക്കൂറോളം നീണ്ടുനിന്ന സംഘർഷത്തിനും ഗതാഗത തടസ്സത്തിനും വിരാമമായത്. ഏറ്റുമാനൂർ വൈക്കം റൂട്ടിൽ യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്ന വിധമുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിരവധി ജീവനുകൾ അപഹരിച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങളെ കുറിച്ചുള്ള തർക്കം മൂർച്ഛിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ യാത്രക്കാരെ സാക്ഷികളാക്കി അസഭ്യവർഷം ചൊരിയുന്നതും ഇവിടെ പതിവാണ്. കോതനെല്ലൂരിന് സമീപം നിറയെ യാത്രക്കാരുമായുള്ള സർവീസിനിടെ സ്വകാര്യ ബസ് മനഃപൂർവ്വം മറ്റൊരു ബസ്സിൽ ഇടിപ്പിച്ച സംഭവം ഉണ്ടായത് കഴിഞ്ഞയാഴ്ചയാണ്. സ്കൂൾ യൂണിഫോമും വിദ്യാലയത്തിന്റെ ഐഡന്റിറ്റി കാർഡുമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബസ് കൺസെഷൻ അനുവദിക്കുവാനുള്ള നിർദ്ദേശം നിലവിലിരിക്കെ സ്വകാര്യ ബസ് ജീവനക്കാർ കൺസെഷൻ അനുവദിക്കാതെ പെൺകുട്ടികളോട് പോലും അപമര്യാദയായി പെരുമാറുന്നതായും ആരോപണമുണ്ട്. പ്രവീൺ ഭാസ്കർ, വൈക്കം, ന്യൂസ് ബ്യൂറോ.